നമ്മുടെ ആവാസ വ്യവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും സാമ്പത്തിക മേഖലയിലും നിർണായക പങ്കുവഹിക്കുന്ന ചില ഷഡ്പദങ്ങളുണ്ട്. ലോകത്തിന്റെ അഥവാ മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിനാധാരം ചെറു ഷഡ്പദങ്ങളായ തേനീച്ചകളാണെന്നാണ് നിരീക്ഷണം. തേനീച്ചകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന സ്രോതസ്. തേനീച്ചകളുടെ പരാഗണത്തെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയിലെ ഭക്ഷ്യശൃംഖലയുടെ നിലനിൽപ്പ്. ലോകത്തിലെ പ്രധാനപ്പെട്ട 100 വിളകളെടുത്താൽ 70% പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ്. പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം നിലയ്ക്കുന്നത് ആഗോളതലത്തിൽ വലിയ ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കും. കാർഷിക വിളകളിൽ മാത്രമല്ല, കാട്ടുപൂക്കളിലും മരങ്ങളിലും പരാഗണം നടത്തുന്ന തേനീച്ചകൾ വനങ്ങളും പുൽമേടുകളും നിലനിർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നു. ഭൂമിയിലെ ഓക്സിജൻ നിലനിർത്തുന്നതിനോടൊപ്പം മറ്റനേകം ജീവജാലങ്ങൾക്ക് ആഹാരവും പാർപ്പിടവും നൽകുന്നു. തേനീച്ചകളില്ലെങ്കിൽ സസ്യങ്ങൾ കുറയും. സസ്യങ്ങളില്ലാതായാൽ അവയെ തിന്നു ജീവിക്കുന്ന ജീവികളും പിന്നീട് മനുഷ്യനുമില്ലാതാകും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തേനീച്ചകൾ നൽകുന്ന സംഭാവന ശതകോടിക്കണക്കിന് ഡോളറാണ്. തേൻ, മെഴുക്, റോയൽ ജെല്ലി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കപ്പുറം കാർഷിക വിളവിലുണ്ടാകുന്ന വർധനവാണ് സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമാക്കുന്നത്. അങ്ങനെ മനുഷ്യചരിത്രത്തിൽ തേനീച്ചകൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. തേനീച്ച കൃഷിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ നിരവധി കർഷകർ ഇതിലേക്ക് ചുവടുമാറിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ പഞ്ചായത്തിലെ വട്ടപ്പാറ കൊച്ചുകോണത്ത് വീട് എന്ന കാർഷിക കുടുംബത്തിൽ ജനിച്ച അയൂബ് ഖാൻ 14 വർഷം മുൻപാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്കെത്തുന്നത്. തന്റെ മണ്ണിൽ തിരിച്ചെത്തിയ ആ പ്രവാസി പാരമ്പര്യമായി പകർന്നു കിട്ടിയ കാർഷിക അറിവുകൾ മുതൽക്കൂട്ടാക്കി കാർഷിക മേഖലയിലേക്കാണ് ചുവടുവച്ചത്. ആടുവളർത്തലും പച്ചക്കറി കൃഷിയുമായിരുന്നു ആദ്യ സംരംഭങ്ങൾ. പരാഗണത്തിനായി കുറച്ച് തേനീച്ചപ്പെട്ടികളും സ്ഥാപിച്ചു. എന്നാൽ തേൻ കൃഷിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ ചുവടുവയ്പുകൾ പിന്നീട് പൂർണ്ണമായും തേനീച്ചകളുടെ അത്ഭുത ലോകത്തേക്കായിരുന്നു. പ്രകൃതിയുടെ പരാഗണ സഹായികളായ തേനീച്ചകളെ ശാസ്ത്രീയമായി പരിപാലിക്കാൻ തുടങ്ങിയതോടെ അയൂബിന്റെ വേറിട്ട കാർഷിക സംരംഭം പഞ്ചായത്തിലാകെ വ്യാപിച്ചു. മണലാരണ്യത്തിലെ കായികാധ്വാനം മതിയാക്കി നാട്ടിലെത്തിയ അയൂബിന്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് തേനീച്ചകളുടെ ലോകത്ത് സ്വന്തമായൊരിടം കണ്ടെത്താൻ സഹായിച്ചത്.
വെളിനല്ലൂർ പഞ്ചായത്തിലെ മികച്ച തേൻ കർഷകനാണ് ഇദ്ദേഹം. 14 കൊല്ലമായി ഞാൻ ഈ തേനീച്ച കൃഷി ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ഒരു കർഷക കുടുംബമായിരുന്നു. പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പച്ചക്കറി കൃഷി, ആട് കൃഷി, കോഴിക്കൃഷിയൊക്കെ നടത്തിയിരുന്നു. ഇതിനിടയിൽ ഹോർട്ടികോർപ്പിൻ്റെ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്സിന് പോയാണ് തേനീച്ചയെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത്. ആദ്യം അങ്ങനെ അത് ഒരു 5 തേനീച്ച കൂടുമായിട്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ആദ്യമൊക്കെ പരാജയമായിരുന്നു. ഒരു 3-4 കൊല്ലമൊന്നും ഇത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മറ്റ് തേനീച്ച കർഷകരുടെ ഫാമുകൾ സന്ദർശിക്കുകയും അവർ ചെയ്യുന്ന രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് അതിനുശേഷം ഞാനിത് എൻ്റെ കൃഷി വിപുലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ചെറുതേനീച്ചയും വൻതേനീച്ചയുമായിട്ട് 1000-ഓളം കൂടുകളുണ്ട്. ഇറ്റാലിയൻ കൂടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഇറ്റാലിയൻ തേനീച്ച ഇല്ല. അതിവിടെ അത്ര പ്രായോഗികമല്ല വളർത്താൻ. ശാസ്ത്രീയമായ രീതിയിലാണ് ഇദ്ദേഹം തേനീച്ച കൃഷി നടത്തുന്നത്. തേനിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ തേനീച്ച പെട്ടികളും കോളനികളും ഇദ്ദേഹം വിൽപ്പന നടത്തുന്നുണ്ട്. എപ്പിസ് സെറാനെ ഇൻഡിക്ക, എപ്പിസ് മെല്ലിഫറ, എപ്പിസ് ഡോർസെറ്റ, എപ്പിസ് ഫ്ലോറിയ എന്നിങ്ങനെ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന 4 ഇനം തേനീച്ചകളുണ്ട്. എപ്പിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തേനീച്ച പ്രധാനമായും എപ്പിസ് മെല്ലിഫറ, എപ്പിസ് സെറാന ഇൻഡിക്ക എന്നീ വർഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ സർവ്വസാധാരണമായി വളർത്തുന്ന ഇനമാണ് എപ്പിസ് സെറാന ഇൻഡിക്ക. ഇവ വളരെ ശാന്തപ്രകൃതമായതിനാൽ പെട്ടികളിൽ വളർത്താൻ എളുപ്പമാണ്. എങ്കിലും നാം ഭയപ്പെടുമ്പോൾ പുറപ്പെടുവിക്കുന്ന അഡ്രിനാലിൻ ഹോർമോൺ അവയിൽ സംഭ്രമമുണ്ടാക്കുകയും ആക്രമണകാരികളാവുകയും ചെയ്യും. ഒരു പെട്ടിയിൽ ഏകദേശം 20,000 മുതൽ 30,000 വരെ തേനീച്ചകൾ ഉണ്ടാകാം. ഒരു വർഷം ശരാശരി 7 മുതൽ 10 കിലോഗ്രാം വരെ തേൻ ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ തേനിനേക്കാൾ മൂല്യമുള്ളത് അവ നടത്തുന്ന പരാഗണത്തിനാണ്. കൃത്യവും ശാസ്ത്രീയവുമായി കൈകാര്യം ചെയ്താൽ ഒരു കർഷകന് മികച്ച വരുമാനവും മികച്ച വിളവും തേനീച്ചകളിൽ നിന്ന് ലഭിക്കാം. തേനീച്ചയുടെ ആക്രമണത്തിൽ പരിഭ്രമമില്ലാത്ത ചലനങ്ങളാണ് കർഷകന് വേണ്ടതെന്ന് മാത്രം. വെളിനല്ലൂർ പഞ്ചായത്തിലെ മികച്ച ഒരു തേനീച്ച കർഷകനാണ് ശ്രീ അയൂബ്. അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലും ഏകദേശം 1000-ഓളം പെട്ടികളാണ് ഇപ്പം തേനീച്ച കൃഷി നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന തേൻ അതുമാത്രമല്ല, അതിൽ നിന്ന് പല പല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ മികച്ച തേനീച്ച കർഷകനായിട്ട് ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തേൻ കേരളഗിരോ ബ്രാൻഡിങ്ങിനായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്രാൻഡിങ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളഗിരോ ഷോപ്പുകളിലും കൂടാതെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തേൻ ലഭ്യമാകും. കൂടാതെ നമ്മുടെ ഇവിടുത്തെ ഈ പഞ്ചായത്തിലെയും മറ്റു പഞ്ചായത്തുകളിലെ തേനീച്ച കർഷകരെ കൂടുതലും പ്രചോദനം നൽകാനും അവർക്ക് ട്രെയിനിങ് നൽകാനും ഒക്കെ ഇദ്ദേഹം മുൻകൈ എടുക്കുന്നുണ്ട്. അവർക്ക് കോളനികളും പെട്ടികളും എല്ലാം വിതരണം ചെയ്യാനും ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ കർഷകരെ തേനീച്ച കൃഷിയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ അയൂബിക്ക സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും പെട്ടികൾ നമ്മൾ പഞ്ചായത്തിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മറ്റ് വിളകളെ, പച്ചക്കറി പോലുള്ള വിളകൾക്ക് കൂടുതൽ പരാഗണം നടക്കുകയും ഉൽപ്പാദനം കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ അദ്ദേഹം ഇതുവഴി നടപ്പിലാക്കുന്നുണ്ട്. അപ്പം അതും നമ്മുടെ മറ്റ് കൃഷിയെയും ഈ തേനീച്ച കൃഷി ഒരുപോലെ തന്നെ സഹായിക്കുന്നുണ്ട്. എപ്പിസ് ഡോർസെറ്റ വലിപ്പം കൂടിയ ഈ തേനീച്ചകൾ സാധാരണയായി പാറക്കെട്ടുകളിലും ഉയരമുള്ള മരങ്ങളിലുമാണ് കൂടുകൂട്ടുന്നത്. അതിനാൽ അവയെ പെട്ടികളിൽ വളർത്താൻ സാധിക്കില്ല. ഒരു കൂട്ടിൽ നിന്നും 30 മുതൽ 40 കിലോ തേൻ വരെ ലഭിക്കുമെങ്കിലും വളരെയേറെ അക്രമാസക്തരാണ്.
വളരെ ചെറിയ ഇനമായ എപ്പിസ് ഫ്ലോറിയ എന്ന തേനീച്ച തുറസായ സ്ഥലങ്ങളിൽ ചെറിയ കൊമ്പുകളിലാണ് കൂടുകൂട്ടുന്നത്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന തേനിന്റെ അളവ് കുറവാണെങ്കിലും ആ തേനിന് ഔഷധഗുണം കൂടുതലാണെന്ന് കരുതപ്പെടുന്നു. പ്രതിവർഷം 500 ഗ്രാം തേൻ മാത്രമേ ഇവ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ലോകമെമ്പാടും വാണിജ്യാടിസ്ഥാനത്തിൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇനമാണ് എപ്പിസ് മെല്ലിഫറ. ഇറ്റാലിയൻ തേനീച്ച വിഭാഗത്തിന്റെ ഒഴിഞ്ഞ പെട്ടിയാണിത്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇവയുടെ ഒരു കോളനിയിൽ നിന്ന് പ്രതിവർഷം ശരാശരി 25 മുതൽ 40 കിലോ തേൻ ലഭിക്കുന്നുവെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് തീരെ അനുയോജ്യമല്ല എന്നും വലിപ്പ കൂടുതലുള്ളതിനാൽ പക്ഷികൾ തേനീച്ചകളെ ആഹാരമാക്കുന്നുവെന്നുമാണ് അയൂബിന്റെ പക്ഷം. പൂക്കളിൽ നിന്ന് മധു നുകർന്ന് നാളെയുടെ കരുതലിനായി അവ സ്വരുക്കൂട്ടുന്ന സ്വർണ്ണ ദ്രാവകം ഇന്ന് ലോകമെമ്പാടുമുള്ള കർഷകർക്ക് ഒരു സുസ്ഥിര വരുമാന മാർഗം കൂടിയാണ്. എന്നാൽ ഈ മധുരമൂറുന്ന വിളവെടുപ്പിനു പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ ശാസ്ത്രീയ പരിചരണത്തിന്റെയും കഥയുണ്ട്. തേൻ കൃഷി, കൾച്ചറുമായി ബന്ധപ്പെട്ട് കർഷകന്റെ സുരക്ഷയ്ക്കും തേനീച്ചകളുടെ സംരക്ഷണത്തിനും അനിവാര്യമായ പ്രധാന ഉപകരണമാണ് തേനീച്ചകളെ ശാന്തരാക്കാൻ ഉപയോഗിക്കുന്ന സ്മോക്കർ. തേനീച്ചപ്പെട്ടികൾ നേരിട്ട് വെയിലേൽക്കാത്ത തണലുള്ള സ്ഥലങ്ങളിൽ വേണം സ്ഥാപിക്കാൻ. ഉറുമ്പുകളിൽ നിന്നും മറ്റ് ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ സ്റ്റാൻഡുകൾ ഉപയോഗിച്ച് തറയിൽ നിന്ന് കുറഞ്ഞത് 1-2 അടി ഉയരത്തിൽ പെട്ടികൾ വയ്ക്കണം. ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്ക് രോഗങ്ങൾ പടരാതിരിക്കാനും ഈച്ചകൾ മാറിപ്പോകാതിരിക്കാനും പെട്ടികൾ തമ്മിൽ 2-3 മീറ്റർ സുരക്ഷിതമായ അകലം പാലിക്കണം. ഇത് സൂപ്പറിൽ തേൻ കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ് ചട്ടങ്ങളിൽ. ഇത് ഡിസംബറോടുകൂടി ചട്ടം വെച്ച് കൊടുത്തതാണ്. ആ ചട്ടത്തിൽ ഫുള്ളത് അറ കെട്ടി തേൻ കൊണ്ടുവന്ന് നിറച്ച് സീല് ചെയ്തിരിക്കുകയാണ്. ഈ തേനീച്ച പൂക്കളിലും റബ്ബറിലുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ ഇലകളിൽ നിന്നും മധു എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ വായിലെ ഉമനീരുമായി കലർത്തി തേനീച്ചയുടെ വയറ്റിൽ പോയി അതിൻ്റെ എൻസൈമുമായിട്ട് കലർന്ന് അത് മറ്റൊരു തേനീച്ചയുടെ വയറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തേനീച്ചയുടെ വയറ്റിൽ പോയി അതിൻ്റെ എൻസൈമുമായിട്ട് കലർന്ന് അങ്ങനെ 3-4 തേനീച്ചകളുടെ ആമാശയത്തിൽ പോയതിനു ശേഷം തേനീച്ച അതിൻ്റെ ഈ വേലക്കാരി ഈച്ചകൾ അതിൻ്റെ ഉദരഭാഗത്തുണ്ടാകുന്ന പ്രൊപ്പോളിഷ് വെച്ചിട്ട് അറകൾ കെട്ടുകയാണ് ചെയ്യുന്നത്. ആ അറകളിൽ പാളികളായിട്ട് തേൻ കൊണ്ട് വെച്ച് ഈ തേനീച്ച അതിൻ്റെ ചിറകടിച്ച് ജലാംശം വറ്റിച്ച് സീല് ചെയ്യുമ്പോഴാണ് പൂർണ്ണമായും നല്ലൊരു ക്വാളിറ്റി തേനാവുന്നത്. ആ സമയത്ത് നമ്മൾ ഈ അട ചെത്തി ക്യാപ്പ് മാറ്റിയിട്ട് മെഷീനിൽ കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. തേനീച്ച പെട്ടികൾക്ക് ചുറ്റും 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തേനും പൂമ്പൊടിയും ലഭിക്കുന്ന പൂച്ചെടികളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടകൾ മുറിക്കാതെ ഹണി എക്സ്ട്രാക്ടർ എന്ന യന്ത്രം ഉപയോഗിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി തേൻ വേർതിരിക്കുന്നു. ഇത് അടകൾ വീണ്ടും ഉപയോഗിക്കാൻ ഈച്ചകളെ സഹായിക്കുന്നു. വേർതിരിച്ചെടുത്ത തേനിൽ കാണുന്ന മെഴുകിന്റെ കഷ്ണങ്ങളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ നൈലോൺ വലകളോ അരിപ്പകളോ ഉപയോഗിച്ച് അരിക്കൽ അഥവാ ഫിൽട്രേഷൻ ചെയ്യുന്നു. കോളനിയിലെ ജനസംഖ്യ കൂടുമ്പോൾ പഴയ റാണി പകുതി ഈച്ചകളുമായി പുതിയ കൂട് തേടി പോകുന്നു. ഇത് നിയന്ത്രിക്കുക എന്നത് ഒരു കർഷകന്റെ പ്രധാന വെല്ലുവിളിയാണ്. ഇന്ത്യൻ തേനീച്ച ഒരു കാലാനുസൃതമായ പരിചരണത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം തേൻകാലമാണ്. തേൻകാലം തുടങ്ങിയിട്ട് ജനുവരി ഒരു പകുതി ആയപ്പോൾ തന്നെ തേൻകാലം ആരംഭിച്ചു. ഇപ്പം ഒരു 4 പ്രാവശ്യത്തോളം വിളവെടുത്തിരുന്നു. തേൻകാലം ഇത് മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നീണ്ടു പോകാം.
മഴയൊന്നും പെയ്തില്ലെങ്കിൽ നല്ലൊരു അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ അത് കഴിയുമ്പോൾ പിന്നെ ജൂണൊക്കെ ആകുമ്പം ക്ഷാമകാലമാണ്. ഇവർക്ക് യഥേഷ്ടമായി പൂമ്പടിയും തേനൊന്നും കിട്ടത്തില്ല. അവർ ക്ഷാമകാലത്ത് കഴിക്കാൻ വേണ്ടിയാണ് തേൻ ശേഖരിച്ചു കൊണ്ട് വെക്കുന്നത്. ആ വിലയുള്ള തേൻ നമ്മൾ കറക്കി എടുത്തുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഫീഡിങ് കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കലും അവർക്ക് പഞ്ചസാര ലായനി കലക്കി കൂടിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും തേനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് തേന് ആവത്തില്ല. അവർക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി, അവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ലായനി കൂട്ടിൽ വെച്ച് കൊടുക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഈ പഞ്ചസാര ലായനി അവർക്ക് തീറ്റയായിട്ട് കൊടുക്കണം. ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വളർച്ചാക്കാലമായി, പ്രകൃതിയിൽ ധാരാളം പൂക്കളും ഒക്കെ ആകുമ്പോഴത്തേക്ക് റാണി ധാരാളം മുട്ടയിടുകയും കൂട്ടിൽ ധാരാളം മറ്റേ മുട്ടയും പുഴുക്കളും തേനീച്ചകളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് ഇത് ഡിവൈഡ് ചെയ്ത് മറ്റ് കർഷകർക്ക് കൂട് കൊടുക്കുക ചെയ്യുന്നത്. 3 അടയും റാണിയുമായിട്ട് മറ്റ് കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഡിസംബർ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ 45 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു കൂട് ഫുള്ളാവും, നിറഞ്ഞു വരികയും ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി റാണികൾ കൂടുതൽ വളരുന്നത് തടയാനായി നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി ദിവസേന ബ്രൂഡ് ചേംബർ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഗുണമേന്മയുള്ള തേൻ ഉൽപ്പാദിപ്പിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവും സംയോജിക്കേണ്ടതുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചുമ, തൊണ്ടവേദന എന്നിവയ്ക്ക് തേൻ ഒരു മികച്ച മരുന്നാണ്. കൂടാതെ മുറിവുകൾ ഉണങ്ങാനും ഇത് സഹായിക്കുമെന്ന് കണക്കാക്കുന്നു. ഈ തേനീച്ചകൾ കാണാൻ വേണ്ടി മറ്റ് കർഷകർ ഇവിടെ വരുന്നുണ്ട്, പഠിക്കാനായിട്ട് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന തേൻ വിൽപ്പന നടത്തുന്നത് കൂടുതലും മറ്റ് കർഷകർ വന്നിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് എന്തെങ്കിലും മേളകളുണ്ടെങ്കിൽ അതിലൂടെ വിറ്റഴിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ മേളകളിലൂടെ വിറ്റഴിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ബീവാക്സ് ഉപയോഗിച്ചിട്ട് കോസ്മെറ്റിക് ഐറ്റങ്ങൾ ചെയ്യാറുണ്ട്. ലിപ് ബാം, പെയിൻ ബാം, ഹണി സോപ്പ്, ബീവാക്സ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കുറച്ച് 7 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കാഷ്യൂ ഹണിയുണ്ട്, ടർമറിക് ഹണിയുണ്ട്, ജിഞ്ചർ ഹണിയുണ്ട്, കാന്താരി തേനുണ്ട്. അങ്ങനെ കുറേ മിക്സഡ് ഫ്രൂട്ട് ഹണി, ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുമ്പോൾ നടത്തുന്ന പരാഗണം വഴി കാർഷിക വിളകളുടെ ഉൽപ്പാദനം 30 മുതൽ 40% വരെ വർദ്ധിക്കുന്നു. വളരെ കുറഞ്ഞ സ്ഥലത്തും കുറഞ്ഞ ചിലവിലും തുടങ്ങാവുന്ന ഒരു ലാഭകരമായ കൃഷിയാണിത്. സാധാരണ കൃഷിക്കൊപ്പം തന്നെ ഉപജീവനത്തിനായി തേൻ കൃഷിയിലൂടെ അധിക വരുമാനം കണ്ടെത്താം. അയൂബിന്റെ ഈ തേനീച്ച കൃഷിയിടം നമ്മുടെ ഭക്ഷ്യ ശൃംഖലയുടെ കാവൽ മാടങ്ങൾ കൂടിയാണ്. ഓരോ തേനീച്ചയും പറക്കുന്നത് നാളത്തെ നമ്മുടെ ഭക്ഷണത്തിനു വേണ്ടി കൂടിയാണെന്ന തിരിച്ചറിവ് ഇദ്ദേഹത്തിന്റെ ഈ 14 വർഷത്തെ അധ്വാനത്തിന് വലിയൊരർത്ഥം നൽകുന്നു. അയൂബിനെ പോലുള്ള തേൻ കർഷകർ ചെയ്യുന്ന ഈ കൃഷി കേവലം തേനിനു വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഭൂമിയുടെ ജീവൻ നിലനിർത്താൻ കൂടിയാണ്. ഭൂമിയിൽ നിന്ന് തേനീച്ചകൾ അപ്രത്യക്ഷമായാൽ മനുഷ്യരാശിക്ക് പിന്നെ കേവലം 4 വർഷത്തെ ആയുസ് മാത്രമേ ബാക്കിയുണ്ടാകൂ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471
27318770. ഇമെയിൽ ddkrishitvom@gmail.com.